അങ്ങനെയാണെങ്കിൽ SDP പിന്നീട് എങ്ങനെ ബാന്ധവം ഉണ്ടാവും? ഒരു ഭാഗത്ത് BJP ഡീൽ ഉണ്ടാവുമ്പോൾ SDP ബാന്ധവം ഉണ്ടാവും. രണ്ടും രണ്ട് വ്യത്യസ്ത ചേരികളല്ലേ? എന്ത് ചേരി? അവർക്ക് എന്ത് ചേരി? പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളതല്ലാതെ എന്ത് ചേരി? അദ്ദേഹം പലപ്പോഴും പറയുമല്ലോ, 2 വോട്ടിന് വേണ്ടി ഞങ്ങൾ ഒരു ചറ്റത്തരവും കാണിക്കത്തില്ല. ഇപ്പൊ എത്ര വലിയ ചറ്റത്തരം അദ്ദേഹം കാണിച്ചോണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വാചകം, എൻ്റെ വാചകമല്ലേ. 2 വോട്ടിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കത്തില്ല. SDP അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിൽ ഇതിനേക്കാൾ വലിയ ചറ്റത്തരം അദ്ദേഹം കാണിക്കാനുണ്ടോ? നിലവിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ്, CMRL എക്സാലോജി കേസുകളാണ്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ കൊച്ചുമകൻ കൂടി നമുക്കൊപ്പം ഉണ്ട് ഈ യാത്രയിൽ. അദ്ദേഹത്തിന് ചെറിയായിട്ട് ഉറക്കം വരുന്നുണ്ട് അല്ലേ? രോഹൻ ആണ്, മിടുക്കനായ രോഹൻ ചെന്നിത്തല എന്നാണ് പേര്. ഭാവിയിൽ ഹരിപ്പാട് അതില്ല, മക്കളൊന്നും രാഷ്ട്രീയത്തിലില്ല. ഓക്കെ, അവര് സിവിൽ സർവീസിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫിലുമാണ്. ഓക്കെ, ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി. നിലവിൽ ഈ ക്യാമ്പയിൻ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഈ ക്യാമ്പയിനിൽ കാണുന്നുണ്ടോ? ഒരു ഭാഗത്ത് നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കും, സൈബർ മീഡിയ. മറുഭാഗത്ത് നുണറായി എന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയനെ ആക്ഷേപിക്കും. അങ്ങാണെങ്കിലും രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. ആ നിലവിട്ട് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ വർഗവഞ്ചകൻ G. സുധാകരനെ വിളിക്കും, രാഷ്ട്രീയ ചരിത്രം എന്ന പ്രയോഗം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അനാരോഗ്യകരമായ ചില പ്രവണതകൾ കടന്നു കൂടുന്നുണ്ടോ? അല്ല, അത് ഞാനും കാണുന്നുണ്ട്. അത് ശരിയല്ല. ആദ്യം മുതൽ തന്നെ സതീശനെതിരായി സൈബർ ഗുണ്ടകൾ, CPM സൈബർ ഗുണ്ടകൾ, ഈ ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കുന്ന ഒരു ടീമുണ്ട്, AK ഉണ്ട്. അവരവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ നുണേശൻ ഇങ്ങനെ പറയുന്നത്. അത് കണ്ടപ്പോഴാണ് പിന്നെ നമ്മുടെ ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കും. ഞാനൊന്നും ഒരിക്കൽ പോലും എത്രയോ വർഷമായി നമ്മളൊക്കെ രാഷ്ട്രീയത്തിരിക്കുന്നു, വ്യക്തിപരമായി ഞാൻ ആരെയും ആക്രമിക്കാറില്ല. എന്നാൽ ശ്രീ പിണറായി വിജയൻ എപ്പോഴും ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. നമ്മുടെ ചെറ്റ എന്ന് വിളിച്ചു നമ്മുടെ G. സുധാകരൻ. അല്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ്. എല്ലാവരും അതാണല്ലോ. എൻ്റെ അർത്ഥം എന്താ? ചെറ്റത്തരം കാണിച്ചു, ചെറ്റയാണെന്നുള്ളത്. പരനാറി എന്ന് പ്രേമേന്ദ്രനെ വിളിച്ചു. നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിച്ചു. ഇങ്ങനൊക്കെ. പിന്നെ വർഗവഞ്ചകൻ എന്ന്, അതിനൊരു കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജി. കുലംകുത്തി എന്ന്. ഇതൊന്നും ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലുള്ള ആളിനെ യോജിച്ചതല്ല. നമ്മളാരും വിളിക്കാറില്ല, ഞാൻ ആരും വിളിക്കുക. ഇപ്പം തന്നെ ഇവിടുത്തെ എനിക്കെതിരായുള്ള സ്ഥാനാർത്ഥി എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ്. എവിടെ പോയാലും വ്യക്തിപരമായ ആക്ഷേപം. ഞാൻ നമ്മുടെ ആളോട് പറഞ്ഞു, അയാൾ പറഞ്ഞോട്ടെ. ആ പറയുന്നതൊക്കെ ജനങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ തിരിച്ചൊന്നും പറയണം. കാരണം ഈ രാഷ്ട്രീയത്തിലൊരു നിലവാര തകർച്ച നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. നിലവിൽ ഈ SNDP വോട്ടുകൾ വളരെ നിർണായകമാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കുറവ് ഈഴവ പ്രാതിനിധ്യമേ ഉള്ളൂ എന്ന മട്ടിലൂടെ പ്രചരണം നടക്കുന്നു. ഞാൻ നോക്കിയപ്പോഴും സീറ്റ് നോക്കുമ്പോൾ ഇപ്പം LDFിൻ്റെ കാര്യത്തിൽ 30ഓളം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇത് 17 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. കഴിഞ്ഞ തവണ 14ആയിരുന്നു, അതിൽ 3 കൂടി. പക്ഷെ അവിടെ 27 ആയിരുന്നത് 30 കൂടി. ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുടെ വരവനുസരിച്ചാണ്. ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും അതിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ ജാഗ്രത കാണിച്ചല്ലോ ഇത്തവണ. ഈ 17 സീറ്റ് അടുത്ത കാലത്തെങ്കിലും നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ 14 സീറ്റ് കൊടുത്തിട്ട് ഒരാളെ ജയിച്ചുള്ളൂ. അത് വിജയസാധ്യതയുള്ള സീറ്റാ. ഏത് സീറ്റാ? ഞാൻ ചോദിച്ചു, വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ ഏതാണ്? ഇതെല്ലാം വിജയസാധ്യതയുള്ള സീറ്റുകളാണ്. ഞങ്ങൾക്ക് വിജയസാധ്യതയില്ല എന്ന് പറയുന്നത് കണ്ണൂരിലെ ചില സീറ്റുകൾ മാത്രമാണ് പലപ്പോഴും. അല്ലാത്ത സീറ്റൊക്കെ ജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെയാണ്. തിരുവനന്തപുരത്താണേലും കൊല്ലത്താണേലും ആലപ്പുഴയിലാണേലും ഇതൊക്കെ ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള കോട്ടയത്താണേലും ഇടുക്കിയിലാണ്. ആ സീറ്റുകളൊക്കെ ഞങ്ങൾ ഇത്തവണ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈഴവ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? ഈ ഈഴവ പ്രാതിനിധ്യം വേണ്ടത്ര ഇല്ലെങ്കിലും. അല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട ഈഴവ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും, സംശയം വേണ്ട. അതിലൊരു സംശയമില്ല. ഞങ്ങൾക്ക് നല്ലൊരു ശതമാനം കിട്ടും, അതെപ്പോഴും കിട്ടും. അത് കുറയുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ തോക്കും.